ശ്ലോകം 4. ആ വരുന്ന സമയത്ത് എങ്ങനെയുണ്ട്? കാശ്ചിത് നിജാംഗപരിഭൂഷണം ആദധാന. കാശ്ചിത് ചിലവർ, ചില ഗോപിമാർ. കാഹ ചിത്ത് എന്നാണത്. കാഹ സ്ത്രീകൾ, ഏത് സ്ത്രീകളാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് കാഹ. അതാണ് ചിത്ത് എന്ന് പറഞ്ഞത്, കാശ്ചിത്ത്. ചില ഗോപിമാർ ആ ആഭരണങ്ങളെല്ലാം അതാത് അവയവങ്ങളിൽ വേണ്ട പോലെ അലങ്കരിച്ചിട്ടുണ്ട്. നിജാംഗ, ഓരോരുത്തരുടെ അവനവൻ്റെ ആ ഓരോ അവയവത്തിൽ ചേർത്തേണ്ടതായ ഭൂഷണങ്ങൾ, ആഭരണങ്ങൾ ആദധാന അണിഞ്ഞുകൊണ്ട് വേണുപ്രണാദമുപകർണ്യ. ആ വേണുനാദം എപ്പോൾ കേട്ടുവോ, കേൾക്കേണ്ടതായ താമസം. നമ്മൾ ഇത്ര നേരം സംസാരിച്ചുവെങ്കിലും ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നടന്നതാണ്, അത് ഓർമ്മ വേണം. വേണുപ്രണാദമുപകർണ്യ. ഇപ്പോൾ ആ വേണുനാദം കേട്ടുവോ, സമീപത്തായിട്ട് കേൾക്കണു. അപ്പോൾ കൃഷ്ണൻ അധികം ദൂരത്തല്ല എന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. അപ്പോൾ ചിലവർക്ക് എന്ത് സംഭവിച്ചു? കൃതാർത്ഥഭൂഷാഹ. അർത്ഥഭൂഷാഹ, പകുതി ആഭരണങ്ങളെ ധരിച്ചിട്ടുള്ളൂ. ചെയ്യപ്പെട്ട പകുതി ആഭരണങ്ങളോട് കൂടിയവരായി. ത്വാമാഗത. ഹേ ഗുരുവായൂരപ്പ, അവർ അങ്ങയുടെ അടുത്തേക്ക് ഓടി വന്നു. ചിലവർ നന്നായി അലങ്കരിച്ച് നേരത്തെ അവർ തയ്യാറായിരിക്കുകയാണ്. ഭഗവാൻ വിളിക്കും എന്ന് പറഞ്ഞ് തയ്യാറായി ആഭരണം അണിഞ്ഞവരുണ്ട്. എന്നാൽ ചിലവർക്ക് അത് സാധിച്ചില്ല. അവർ പകുതി മാത്രം. കൃത അർത്ഥഭൂഷാഹ, പകുതി ആഭരണങ്ങൾ അണിഞ്ഞ് ത്വാം ആഗതാഹ, അങ്ങയെ സമീപിച്ചു. ഭഗവാനെ സംബന്ധിച്ച് അവരാണ് നന്നായി അണിഞ്ഞവരെക്കാളും ഭഗവാൻ ഇഷ്ടപ്പെട്ടത്. വിഭൂഷിതാഭ്യ, നന്നായി ആഭരണം അണിഞ്ഞു വന്ന ആ ഗോപിമാരേക്കാൾ തായേവ സംരുചിരേ, ആ അർത്ഥഭൂഷണ ധരിച്ചു വന്നിരിക്കുന്നതായ ഗോപികളാണ് സംരുചിരേ തവലോചനായ, അങ്ങയുടെ കണ്ണിന് അവരാണ്. എന്തുകൊണ്ട്? അവരുടെ മനസ്സ് പൂർണ്ണമായും ഭഗവാനിലാണ്. ലൗകികമായിട്ടുള്ള ആഭരണങ്ങൾ അത് ഇന്ന സ്ഥാനങ്ങളിലാണ് ധരിക്കേണ്ടത് എന്നുള്ളതായ ചിന്ത പോലും അവർക്കില്ലാതെ കണ്ട്. അതാണ് ഏറ്റവും വലിയ ആഭരണം, ആ ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ്. ഭഗവാനിൽ പ്രേമം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഭഗവാനിൽ വർദ്ധിച്ചതായ പ്രേമമാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ആഭരണം. അത് അവർക്ക് വ്യക്തമായിട്ടുണ്ട് എന്ന് ഭഗവാൻ മനസ്സിലാക്കി. തായേവ സംരുചിരേ, അവരാണ് ഏറ്റവും നന്നായിരിക്കുന്നത് എന്ന് തവലോചനായ ഭഗവാന്റെ ദൃഷ്ടികൾക്ക് തോന്നി. അതാണ്. അപ്പോൾ ചില ഗോപികൾ സാധാരണത്തെ പോലെ നന്നായി അതാത് അവയവങ്ങളിൽ അലങ്കരിച്ചു വന്നെങ്കിലും ചിലവർക്ക് സമയം കിട്ടാത്തത് കൊണ്ടും പിന്നെ ഒരു മോഹം, ഒരു പാരവശ്യം, ആ പാരവശ്യം മൂലം സ്ഥാനങ്ങൾ തെറ്റിയൊക്കെ ധരിച്ചിട്ടും ഭഗവാന്റെ അടുത്തേക്ക് വരികയുണ്ടായി. ആ ഗോപികൾ, അർത്ഥഭൂഷകളായിരിക്കുന്ന ആ ഗോപികളെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. തായേവ സംരുചിരേ തവലോചനായ, നന്നായിട്ട് ഭഗവാനെ ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. നല്ലവണ്ണം രുചിച്ചു. സംരുചിരേ, നന്നായിട്ട് അവരെ രുചിച്ചു. ശ്ലോകം 5.
എങ്ങനെയൊക്കെയാണ് അവർ തെറ്റിയ ആഭരണങ്ങൾ ധരിച്ചത്. ഹാരം നിതംബഭുവി കാചന ധാരയന്തി. കാചന ഏതോ ഒരു സ്ത്രീ ചിത്തന ഉപയോഗിക്കുന്ന അതാണ്. ഏതോ ഒരു സ്ത്രീ കാചന ധാരയന്തി. ഹാരം കഴുത്തിലണിയേണ്ടതാണ്, അതിനെ അരക്കെട്ടിലാണ് അണിഞ്ഞത്. നിതംബഭുവി കാചന ധാരയന്തി. പിന്നെയോ കാഞ്ചീം ച അരക്കെട്ടിൽ അണിയേണ്ടതായ ആ മേഖല, ഒഡ്യാണം അല്ലെങ്കിൽ അരഞ്ഞാണം, അത് കണ്ഠഭുവി ധാരയന്തി. കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ഹേ ദേവ, ഹേ ഭഗവൻ, അങ്ങാണ് എല്ലാം പ്രകാശിപ്പിക്കുന്നത്, അങ്ങാണ് എല്ലാവരുടെ മനസ്സിനെയും പ്രകാശിപ്പിക്കുന്നത്. ഇന്ന വിധം ചെയ്യണം എന്ന് നമുക്ക് ഓരോന്ന് തോന്നിക്കുന്നത് ഭഗവാനാണ്. അതാണ് നല്ല കാര്യത്തിലേക്കും നമ്മളെ പ്രേരിപ്പിക്കും, ചീത്ത കാര്യത്തിലേക്കും പ്രേരിപ്പിക്കും. എന്താ ഭഗവാൻ ഇങ്ങനെ ചെയ്യണത്? ഭഗവാനൊന്നും ചെയ്യുന്നില്ല, നമ്മളുടെ ഗുണമാണത്. ആർക്ക് സത്വഗുണമുണ്ടോ അവരെ നല്ല കാര്യത്തിലേക്ക് കൊണ്ടുവരും. ആർക്ക് രജസ്തമോ ഗുണങ്ങളുണ്ടോ അവർ ചീത്ത കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ പോകും. എല്ലായ്പ്പോഴും എന്നില്ല, ചിലപ്പോൾ പോയി എന്ന് വരും. കാഞ്ചീം ച കണ്ഠഭുവി ദേവസമാഗതാത്വം. അങ്ങനെ നിതംബത്തിൽ അരക്കെട്ടിൽ ഹാരം ധരിച്ചിട്ടും കണ്ഠത്തിൽ കാഞ്ചി ധരിച്ചിട്ടും ഒരു സ്ത്രീ, ഒരു ഗോപസ്ത്രീ ഭഗവാന്റെ അടുത്തേക്ക് വന്നു. എന്തിനാ ഇങ്ങനെ വന്നത് എന്നുള്ള കാവ്യഭാവന അതാണ്. ഹാരിത്വം ആത്മജഗനസ്യ. തൻ്റെ അരക്കെട്ടിൻ്റെ ആ മനോഹാരിത, ഹാരിത്വം, ആ മനോഹാരിത തുഭ്യം വ്യക്തം ബഭാഷേ. ഭഗവാന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണോ? ആര്? മുഗ്ധമുഖി, മനോഹരമായ മുഖത്തോടു കൂടിയവൾ, സുന്ദരി എന്നർത്ഥം. സുന്ദരിയായ ആ സ്ത്രീ ഭഗവാന്റെ അടുത്തു വന്ന് എൻ്റെ ജഘനത്തിൻ്റെ ആ മനോഹാരിത ഒന്ന് നോക്കൂ എന്ന് പറയുകയാണോ? ബഭാഷേ ഇവ പറയുകയാണോ എന്ന് തോന്നുമാറ് അങ്ങനെ തെറ്റി ധരിച്ചു വന്നു. മുകുന്ദ, ആരാണ് ഈ ഭഗവാൻ? എല്ലാവർക്കും മോക്ഷത്തെ കൊടുക്കുന്ന ആളാണ്. മുകും ദദാതി ഇതി മുകുന്ദ. മുകുമിൻ്റെ അർത്ഥം മുക്തിം. മുകും അർത്ഥമാണ് മുക്തിം ദദാതി. ആര് തന്നെ സമീപിക്കുന്നുവോ അവർക്ക് മുക്തിയെ പ്രദാനം ചെയ്യുന്നു. എന്തിൽ നിന്നുള്ള മുക്തിയാണ്? സംസാരത്തിൽ നിന്നുള്ള മുക്തി. ഈ സംസാരത്തിൽ അനേകം വിഷയങ്ങൾ അനന്തമാണ്. ആ അനന്ത വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിടിച്ചുകൊണ്ടുവന്ന് ഭഗവാനിലേക്ക് അടുപ്പിക്കണം. ആരാ ഭഗവാൻ? പരമാത്മാവ്. എവിടെ ഇരിക്കണോ പരമാത്മാവ്? നമ്മുടെ ശരീരത്തിൽ തന്നെ, ശരീരത്തിൻ്റെ ഈ ചട്ടക്കൂട്ടിൽ നിറഞ്ഞിരിക്കുന്നു. ആ ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിലുള്ളതായ പരമാത്മാവാണ് നമ്മുടെ അന്ധകരണത്തിൽ, മനസ്സിൽ പ്രതിബിംബിച്ച് നമ്മൾ ഓരോരുത്തരും ഉണ്ടാകുന്നത് ജീവാത്മാ. ആ ജീവാത്മാവ് വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നു. ആ വിഷയങ്ങളിൽ നിന്ന് ആ ജീവാത്മാവിനെ പിടിച്ചുകൊണ്ടുവന്ന് അവിടെ ഇരിക്കുന്ന പരമാത്മാവുമായി ഐക്യം, ജീവ ബ്രഹ്മ ഐക്യം, ജീവാത്മ പരമാത്മ ഐക്യം, അത് പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. അപ്പം ഇങ്ങനെയുള്ള ഗോപിമാർക്കാണ് ആ മുക്തി വേഗത്തിൽ കിട്ടുന്നത്. വിഷയചിന്തയെല്ലാം നശിച്ചവരാണ് അവർ. ഭഗവത് ചിന്ത മാത്രമായിട്ട് നിൽക്കണു.
അങ്ങനെ അപ്പോൾ അവിടെ ഒരു കാവ്യഭാവനയാണ്. തൻ്റെ ജഘനത്തിൻ്റെ മനോഹാരിത ഭഗവാനോട് പറയുകയാണോ എന്ന് തോന്നുമാറ് അവൾ തെറ്റായി ധരിച്ചു. അത് കാവ്യഭാവന, അത്രയേ ഉള്ളൂ. എന്തായാലും ആ ലൗകികമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് അവളുടെ മനസ്സ് തിരിഞ്ഞു. ആരിലേക്ക്? മുകുന്ദനിലേക്ക്. തനിക്ക് മുക്തി നൽകുന്ന ആ മുകുന്ദനിലേക്ക് തിരിഞ്ഞു.